ഇപ്പോൾ നിരീക്ഷകനായ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം, അതിന് പിന്നാലെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു വാക്ക് അത് നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ CPM-ന്റെ രാഷ്ട്രീയ അജണ്ടയാണിതെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരം വന്നത്. കഴിഞ്ഞ ദിവസം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വലിയ രീതിയിലൊരു ജനപ്രാതിനിധ്യം ഇല്ല എന്നുള്ളൊരു വിമർശനങ്ങളുമൊക്കെ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചു. ഇന്നിപ്പോൾ അതിന് ബദലായി ഇതാ ശബരിമല സംരക്ഷണ സംഗമം നടക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഈ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്? ഒന്ന് CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും നടത്തുന്നതാണ്. അത് BJP-യുടെ നേതൃത്വത്തിൽ RSS-ന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. രണ്ടും നടക്കട്ടെ, രണ്ടും നല്ലതാണ്. അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മ, അവരുടെ വിഷമങ്ങൾ പറയാനുള്ള ഒരു അവസരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസിറ്റീവായ കാര്യമല്ലേ. അതുകൊണ്ട് ഇത്തരം സംഗമങ്ങൾ നടക്കുന്നത് വളരെ നല്ലതാണ്. അത് കൂടുതൽ അയ്യപ്പ ഭക്തരുടെ ഒരു ഒരുമയ്ക്കും കൂട്ടായ്മയ്ക്കും വേദിയായി മാറട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ ശബരിമലയുടെ വികസനവും അതുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടന സമയത്തെ കാര്യങ്ങളുമൊക്കെയാണല്ലോ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പൊ ഇതൊരു വിശ്വാസ സംഘം എന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നല്ലതാണ്. കുമ്മനം അടക്കമുള്ള പ്രമുഖരുണ്ട്. ശ്രീ RV ബാബു, അല്ലെങ്കിൽ ശ്രീ SJR കുമാർ, ഹിന്ദു ഐക്യവേദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അവരെ എല്ലാമാണ് ഇതിൽ വിളിക്കുന്നത്. എല്ലാ കൂട്ടായ്മകളും നല്ലതാണ്. ഒരുമിക്കലാണ് നമ്മുടെ എല്ലാ ആത്മീയതയുടെയും അടിസ്ഥാനം. അതുകൊണ്ട് കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ, ഒരുമിക്കൽ ഉണ്ടാകട്ടെ, ഐക്യം ഉണ്ടാകട്ടെ. അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്താൽ മതി. രണ്ട്, ഇതിൽ നിന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബദൽ കൂടിയായിട്ടാണ് നടത്തുന്നത്. പക്ഷെ ബദൽ സംഘം ആരും സമ്മതിക്കില്ല. പകരം എന്നിരുന്നാൽ പോലും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകട്ടെ, അയ്യപ്പ ഭക്തർക്കിടയിൽ ഒരു കോർഡിനേഷനും കോപ്പറേഷനും ഉണ്ടാകട്ടെ. അതൊക്കെ വളരെ പോസിറ്റീവ് അല്ലേ. കൊളാബറേഷൻ, കോർഡിനേഷൻ, കോപ്പറേഷൻ ഒക്കെ ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു പരാജയമായിരുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ന്യായങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദങ്ങൾ, അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിന് വിജയവും പരാജയവും ഉണ്ടെന്ന് ഒരു സാധാരണ വിശ്വാസിക്ക് അങ്ങനെ ഒരു വിജയവും പരാജയവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. അപ്പം CPM നടത്തുമ്പോൾ BJP-ക്കും RSS-നും അതിനെ അനുകൂലിക്കാൻ പറ്റൂല്ലോ. ഇപ്പൊ RSS നടത്തുമ്പോൾ CPM-ന് BJP-ക്കും അനുകൂലിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനും അനുകൂലിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ച് നാളെ കോൺഗ്രസ് നടത്തിയാൽ CPM-ഉം BJP-യും തെറ്റാന്ന് പറയും. പക്ഷെ 2-3 കാര്യങ്ങൾ. ഒന്ന്, കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണമായിരുന്നു. കാര്യം പല ലഭ്യമായ കണക്കുകളും ചില കൗണ്ടറുകളിൽ 4000 പേർ രജിസ്റ്റർ ചെയ്ത് 620 പേരൊക്കെ വന്നുള്ളൂ എന്ന കണക്കുകൾ കാണും. രണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരൊഴിച്ചാൽ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ പ്രാതിനിധ്യം വന്നില്ല. യോഗി ആദിത്യനാഥിയുടെ ഒരു ലെറ്റർ വന്നു എന്നുള്ള സത്യമാണ്. അത് നല്ലതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെ ഒരു കാര്യം ചെയ്തതും ശ്രീ വാസവൻ രാഷ്ട്രീയത്തിനപ്പുറം അത് വായിച്ചതും വളരെ പോസിറ്റീവായ കാര്യമാണ്. കാര്യം യോഗിജി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രാധാന്യവും വിലയും ഉണ്ട്. സന്യാസിയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം എഴുതിയത് വളരെ പോസിറ്റീവാണ്. അപ്പോ ഇത് ഇത്തരം കാര്യങ്ങളിലെ കുറെയൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും എന്നുള്ള സത്യമാണ്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി കഴിയുന്നത്ര നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണാൻ പറ്റണം. രാഷ്ട്രീയം കുറച്ച് ആത്മീയത കൂട്ടി കാണണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അതുകൊണ്ട് പരാജയമോ വിജയമോ എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കി സംസ്ഥാനങ്ങൾ ആഗോള അയ്യപ്പ സംഘമല്ലേ, മലേഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്ഥിര ശബരിമല ആൾക്കാർ വരാറുണ്ട്. ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും വരാറുണ്ട്. അവരുടെ ഒരു റെപ്രസെന്റേഷൻ കൊണ്ടുവരായിരുന്നു. ആ റെപ്രസെന്റേഷൻ ഇല്ലാതായത് ദൗർഭാഗ്യകരമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.